അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ മലക്കുകളോട് ഒരഭിപ്രായം ചോദിക്കുകയുണ്ടായി. ആ സംഭവത്തിൽ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ പ്രതിനിധികളെ ഉണ്ടാക്കുന്നു എന്നാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്. ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ദൗത്യം എന്നത് അള്ളാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖലീഫയായി ഇവിടെ ജീവിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റു ജീവികളെ അപേക്ഷിച്ച് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഭൂമിയോട് മനുഷ്യന് ഒരുപാട് കടമകളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവർത്തികളെ കൊണ്ട് കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷമാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന്. ഭൂമിയിലെ മറ്റൊരു ജീവജാലങ്ങൾക്കും ഭൂമിയുടെ ഘടനയെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ ഇവിടെയുള്ള സന്തുലിതാവസ്ഥ മാറ്റിമറിക്കാൻ കഴിയില്ല. നമുക്കറിയാം, മനുഷ്യനെ കൂടാതെ നിരവധി ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ മനുഷ്യനേക്കാൾ 100ഉം 1000ഉം ഇരട്ടിയൊക്കെ തൂക്കവും വലിപ്പവുമുള്ള ജീവികൾ വരെയുണ്ട്. രണ്ട് കാട്ടാനകൾ തമ്മിൽ യുദ്ധം കൂടിയാൽ അല്ലെങ്കിൽ ഗുസ്തി നടത്തിയാൽ, അടിപിടി കൂടിയാൽ അത് ഭൂമിയിൽ മറ്റുള്ളവരെ ബാധിക്കാറില്ല. അവർ തമ്മിൽ കൊത്തുകൂടുകയും അത് ഒന്നിൽ മറ്റൊന്നിനെ അടിച്ച് തോൽപ്പിച്ച് വിജയിക്കുകയും ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊല്ലപ്പെടുകയും ചെയ്യും. അതേസമയം മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ്റെ വെറുപ്പും അതുപോലെ തന്നെ ഭൂമിയോടുള്ള മര്യാദയെക്കുറിച്ചുള്ള അറിവുകേടും അത് ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും നാശത്തിന് വരെ കാരണമാകുന്നു എന്നത് ഏവർക്കും ഊഹിച്ചാൽ മനസ്സിലാകുന്ന ഒരു വസ്തുത മാത്രമാണ്. ഭൂമി നശിക്കുന്നത് മനുഷ്യൻ്റെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടായിരിക്കും. വർത്തമാനകാല ലോകത്ത് ജീവിക്കുമ്പോൾ നാം അറിയേണ്ടത്, അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളുടെ കൈവശം ഈ ഭൂമിയെ 3ഉം 4ഉം തവണ തകർത്ത് തരിപ്പണമാക്കാനുള്ളത്ര ആണവായുധങ്ങൾ വരെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, വലാ തംശി ഫിൽ അർളി മറഹ,
ഭൂമിയിൽ അഹങ്കാരിയായി നടക്കരുത്. ഭൂമി കൃഷി ചെയ്യാതെ ഉപേക്ഷിച്ചിടരുത്. നീ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമിയിലുള്ള മറ്റു ജീവജാലങ്ങളോട് നീ ദയ കാണിക്കുമ്പോൾ നീ ദയ കാണിക്കപ്പെടും, അല്ലെങ്കിൽ അള്ളാഹു നിന്നോട് ദയ കാണിക്കും എന്നിങ്ങനെ നിരവധിയായ ഖുർആൻ സൂക്തങ്ങളും ഹദീസ് വചനങ്ങളും നമുക്ക് കാണാം. ഭൂമി എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അതാണ് മനുഷ്യനെ എപ്പോഴും ഭൂമി ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഭൂമി വിഴുങ്ങാനുള്ളതാണ്, അല്ലെങ്കിൽ താൻ കബറടക്കപ്പെടാനുള്ളവനാണ് എന്ന ചിന്തയില്ലാതെ ഭൂമിയിലെ ഏറ്റവും യോഗ്യൻ, അല്ലെങ്കിൽ ഇത് നിയന്ത്രിക്കുന്നത് താനാണ് എന്ന മട്ടിലാണ് പലരുടെയും ഭാവം. ഭൂമി പരമാവധി പിടിച്ചെടുക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം. ആരാൻ്റെ ഭൂമിയായാലും അത് പരമാവധി, നമുക്കറിയാം, അത്യാവശ്യം നിസ്കാരവും ദീനീപരമായും ജീവിക്കുന്നു എന്ന് നാം കരുതുന്നവരിൽ പലരും തന്നെ അവരുടെ ഭൂമിയിൽ അവർ പണിയെടുക്കുമ്പോൾ ഓരോ കൈക്കോട്ടുകളായി മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ തൻ്റെ അയൽവക്കത്തുള്ള ഭൂമിയിലേക്ക് കൊത്തി കൊത്തി അതും തൻ്റേതാക്കുന്നു. മറ്റൊരാളുടെ വീട്ടിൽ കയറി പണം കൊള്ളയടിക്കുക എന്നത് സാധാരണ രീതിയിലുള്ള മര്യാദയല്ല. അത് ചിലപ്പം പോലീസ് കേസും കൂട്ടവും പ്രശ്നമൊക്കെ ആവും. അതേ സമയത്ത് ഈ അയൽവക്കത്തുള്ളവൻ്റെ ഭൂമി കൊത്തിയെടുക്കുമ്പോൾ അത് കേവലം ഒരു അതിർത്തി തർക്കം എന്ന രൂപത്തിൽ മാത്രമേ നമ്മുടെ നാട്ടിലൊക്കെ പരിഗണിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണ ഒരാളുടെ വീട്ടിൽ കയറി പൈസ എടുത്തവനെ പോലെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടക്കുകയൊന്നും ചെയ്യില്ല. അത് കേവലം ഒരു അതിർത്തി തർക്കം എന്ന രൂപത്തിലാണ് കാണുക. അപ്പുറത്തുള്ള ഭൂമിയുടെ ഉടമസ്ഥൻ മാന്യനാണെങ്കിൽ അയാളത് പരിഗണിക്കുകയുമില്ല. അത് ഓർത്തുകൊണ്ട് ഇവർ ഭൂമിയെ എന്തു ചെയ്യും? കൊത്തി കൊത്തി എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് അങ്ങനെ ഭൂമി കൊത്തിയെടുക്കുന്നവരെ പറ്റി പറയപ്പെടുന്നത്. നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കൈക്കോട്ട് ഭൂമി അവരൻ്റെ ഭൂമി കൊത്തിയെടുത്താൽ അത് 7-ാം ഭൂമി വരെയുള്ള അത്രയും വിസ്താരത്തിൽ അത് ഒരു റിങ് പോലെ ഈ കൊത്തിയെടുത്തവൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കും എന്നതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഭൂമിയുടെ നിയന്ത്രണം, അല്ലെങ്കിൽ തൻ്റെ ഭൂമി എന്ന് താൻ വിശ്വസിക്കുന്ന ഭൂമി അത്രയും ഉറപ്പുള്ളത് മാത്രമേ നമ്മൾ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അതിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുകയോ ചെയ്യാവൂ. ഭൂമി വളരെ രസകരമായ ഒരു സംഭവമാണ്. അതായത് ഒരു പിതാവ് മരിച്ചു, മക്കൾ ഭൂമിയെ ഓഹരി വെക്കും, സ്വത്ത്. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സഹോദരന്മാരുണ്ടാകും, സഹോദരിമാരുണ്ടാവും. ഇവരൊക്കെ കൂടി ഈ ഭൂമി അളന്ന് ഓഹരി വെച്ച് കുറ്റിയടിക്കുന്ന സമയത്ത് ഭൂമി പൊട്ടിച്ചിരിക്കും എന്നാണ് ചില മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനാ ചിരിക്കുന്നതെന്നറിയോ? നിന്നെപ്പോലെ എത്രയോ ആളുകൾ ഇതുപോലെ അളന്നിട്ടാണ് എന്നെ ഇങ്ങനെ ഓഹരിയാക്കിയത്. നിൻ്റെ പിതാവിൻ്റെ കൈവശം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചപ്പോൾ ഇതേപോലെ ഓഹരി വെച്ചിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഈ ഭാഗം നിൻ്റെ ഉപ്പയുടെ കയ്യിൽ വന്ന് ചേർന്നത്. ഉപ്പ ഇത് ഉപേക്ഷിച്ച് എൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നു, ഒന്നിനും കഴിയാത്തവനായി. അന്ന് ഈ ഭാഗം ഉപ്പാക്ക് കിട്ടിയപ്പോൾ ഉപ്പ വളരെ സന്തോഷിച്ചിരുന്നു. നിങ്ങൾ 5 മക്കളാണെങ്കിൽ 5 പേർക്ക് കിട്ടിയത് ഒന്നിച്ചാണ് അന്ന് എൻ്റെ ഉപ്പാക്ക് കിട്ടിയത്. അതിൻ്റെ പേരിൽ ഉപ്പ വളരെ സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. ഇപ്പം നോക്കുമ്പോൾ അതിൽ 5-ൽ 1 കിട്ടിയപ്പോൾ നീ സന്തോഷിക്കുന്നു. എത്ര കാലം നീ സന്തോഷിക്കുമെന്ന്
ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ചിരിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നമുക്ക് ജീവിക്കുന്ന സമയത്ത് ഭൂമിയിലെ വിഭവങ്ങൾ എടുക്കാം, മാന്യനായി ഭൂമിക്ക് പരിക്കേൽപ്പിക്കാതെ ഭൂമിയിലൂടെ സഞ്ചരിക്കാം, അഹങ്കാരിയായി നടക്കാതെ ഭൂമിയിൽ ജീവിച്ച് പോകുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാം, നമുക്കാവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താം, അതിൽ നിന്ന് അനുവദനീയമായതിനെ അറുത്ത് തിന്നാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഭൂമിക്ക് നമ്മുടെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ വലിയ നിയന്ത്രണമുണ്ട്, അധികാരമുണ്ട്, അവകാശമുണ്ട്. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. നമ്മൾ പറയും നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ അതിൻ്റെ നികുതി അടക്കുന്നത് ഇതെല്ലാം നമ്മളാണ്, അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം എനിക്കാണ് എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കൈവശം ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ അപ്പുറത്തെ പറമ്പുകാരൻ കയറി നിങ്ങളുടെ അനുവാദമില്ലാതെ അതിലെന്തെങ്കിലും കായ്ഫലങ്ങൾ പറിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അതിൽ കയറി അവൻ്റെ പശുവിനെ കെട്ടുകയോ ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാം. അവനോട് അതിനെ അയച്ചു കൊണ്ടുപോകാൻ പറയുക. അതുപോലെ ആ പറമ്പിൽ കയറി കായ പറിച്ചതിന് നിങ്ങൾ പോലീസിൽ പരാതിയും കൊണ്ടുപോയാൽ അവൻ്റെ പേരിൽ കേസെടുക്കും. അതുപോലെ നിങ്ങളുടെ ഭൂമി ഇങ്ങനെ അതിർത്തി തർക്കത്തോടെ അവൻ കൊത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വില്ലേജ് ഓഫീസറെ ചെന്ന് കണ്ടിട്ട് പരാതി പറഞ്ഞാൽ അയാൾ വന്നിട്ട് അതിർത്തി തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കിത്തരും. പക്ഷേ നിങ്ങളുടെ ഈ ഭൂമിയിൽ ഒരു പാമ്പ് വന്ന് കൂടിയാൽ നിങ്ങൾക്ക് സർക്കാരിൽ പരാതി കൊടുക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ നിങ്ങളെ പറമ്പിലെ ഒരു മരത്തിൻ്റെ മുകളിൽ കുറേ കാക്കകൾ വന്ന് കൂട് കെട്ടിയാൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ അവകാശമില്ല. എന്തിന്? നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് വലിയൊരു കടന്നൽ വന്ന് കൂട് കെട്ടിയാൽ പോലും നിങ്ങൾക്ക് പോലീസിലോ ഗവൺമെൻറ്റിലോ പരാതി കൊടുത്തുകൊണ്ട് ഞാൻ നികുതി അടക്കുന്ന ഭൂമിയല്ലേ, അതിലെങ്ങനെയാണ് ഈ കടന്നൽ കൂട് കെട്ടുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്ന് പരാതി കൊടുത്താൽ ആരെങ്കിലും സ്വീകരിക്കുമോ? അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഉറുമ്പ് അങ്ങ് നിറഞ്ഞു എന്നിരിക്കട്ടെ, എവിടെയാണ് നിങ്ങൾ പരാതി കൊടുക്കുക? അതുപോലെ നമുക്കറിയാം മഴപ്പാറ്റം നിറയും ചിലപ്പം വീട്ടിൽ എന്ന് തുടങ്ങി പാമ്പ്, പെരിച്ചായി, എലി തുടങ്ങി നമ്മൾ ആവശ്യമില്ലാത്തതെന്ന് കരുതുന്ന നിരവധി ജീവികൾ നമ്മുടെ വീടിനകത്തും നമ്മുടെ പറമ്പിലും കയറി കൂടുമ്പോൾ അതിന് പരാതി കൊടുത്താൽ എവിടെയും സ്വീകരിക്കൂല എന്നറിയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഭൂമിയാണ്, അള്ളാഹുവിൻ്റെ ഭൂമി. മനുഷ്യനെ പോലെ ഈ ജീവികൾക്കെല്ലാം തന്നെ ജീവിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്ത ഭൂമി. മനുഷ്യന് മാത്രമേ ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ നികുതി അടക്കലും അതുപോലെ പഞ്ചായത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ നികുതി അടക്കലും എല്ലാം ഉള്ളൂ. ഈ മറ്റുള്ള ജീവികൾക്കൊന്നും ഈ പറമ്പിൽ ഒരേ സമയത്ത് അവർ കയറി താമസിക്കാം, അവർ നികുതി അടക്കണ്ട. പാമ്പിന് വലിയ മാള ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുന്നതിന് ഇവിടെ പഞ്ചായത്ത് നികുതിയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ തല്ലിക്കൊല്ലായിരുന്നു ആ പാമ്പിനെ, നമുക്ക് ന്യായീകരിക്കുകയും ചെയ്യായിരുന്നു. ഞാൻ നികുതി അടച്ച് കൈവശം വെക്കുന്ന ഭൂമിയിൽ പാമ്പ് കയറി ഞാൻ അതിനെ തല്ലിക്കൊന്നു. ഇപ്പോൾ തല്ലിക്കൊന്നാൽ നിങ്ങൾ ഫോറസ്റ്റുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് എല്ലാവർക്കും അറിയാം. കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് പല ജീവികളും ഈ വംശഹത്യാ ഭീഷണി നേരിടുന്ന ജീവികൾ എന്ന നിലയിൽ അവർക്ക് സർക്കാർ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ജീവികളൊക്കെ നമ്മൾ കൊന്നാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ ഈ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഭൂമിയാണ് നമ്മൾ ജീവിക്കുന്ന സമയത്ത്, അത് മനസ്സിലാക്കണം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് കൈവശം വെക്കാനുള്ള അല്ലെങ്കിൽ അതിൽ കൃഷി ചെയ്യാനുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ അതിലെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ ചെയ്യാനുള്ള അനുവാദം മാത്രമേ ഗവൺമെൻറ് പോലും
ഈ ഭൂമിയുടെ കാര്യത്തിൽ നമുക്ക് തരുന്നുള്ളൂ. നമ്മൾ ഇന്നങ്ങ് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ പേരിൽ നികുതി മുറിക്കൂല. അത് നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മക്കൾ പോയി അവർ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവരുടെ പേരിലേക്ക് നികുതി മാറ്റി മുറിക്കണം. എന്തൊരു രസമല്ലേ കേൾക്കുമ്പോൾ. ഇന്നലെ വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി. അപ്പോൾ എന്താണ് നമുക്ക് ഭൂമിയിൽ മേലുള്ള അവകാശം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമി നമുക്ക് മാത്രമല്ല എല്ലാവരുടേതുമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് കുറഞ്ഞ കാലം എനിക്ക് കൈവശം വെക്കാമെന്നല്ലാതെ ഈ ഭൂമിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു അധികാരമോ അവകാശമോ ഇല്ല എന്നും താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മറ്റ് ജീവികൾക്ക് കൂടി കയറിക്കൂടാൻ പറ്റിയ രൂപത്തിലാണ് തൻ്റെ കൈവശമുള്ള ഭൂമിയും അതിലെ കെട്ടിടവും എന്നും മനുഷ്യൻ തിരിച്ചറിയുമ്പോൾ ഈ ഭൂമിയുടെ മേൽ അവനുള്ള അധികാരം എന്താണ്, അവകാശം എന്താണ് എന്ന ബോധ്യം അവനുണ്ടാകുമ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള അത്യാർത്തി എല്ലാ മനുഷ്യനും നഷ്ടപ്പെടും. ആർക്കും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത്. എൻ്റെ കയ്യിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ഇത്ര സെൻറ്റ് ഭൂമിയുണ്ട് എന്ന് വെച്ച് അഹങ്കരിക്കുന്നവർ ചിന്തിക്കേണ്ടത്, ഈ ഭൂമി മൊത്തത്തിൽ ഇതിൻ്റെ ചക്രവർത്തിമാരായി ഭരിച്ചവർ അനന്തകോടി ഉണ്ടായിരുന്നു. നിങ്ങൾ കയ്യിൽ ഇപ്പോൾ ഉള്ള 10 സെൻറ്റ് ഭൂമി എന്നത് മുൻ തലമുറയിൽപ്പെട്ട ഏതോ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന 10 ഏക്കർ ഭൂമിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അവരും നിങ്ങളെപ്പോലെ കരുതിയിട്ടുണ്ടാകും, ഞാൻ ഭൂമിയിൽ സ്ഥിരമായി താമസിക്കുന്നവനാണ്, തന്നെ തടയാൻ ഒരാളും ഇല്ല എന്നൊക്കെ അയാളും ചിന്തിച്ചിട്ടുണ്ടാകും, അഹങ്കരിച്ചിട്ടുണ്ടാകും. പക്ഷേ അയാൾക്ക് മതിയായത് 6 അടി മണ്ണ് മാത്രമാണ്. ഒരു കഥയിൽ പറയുന്നുണ്ട്, ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരാൾ വലിയ സങ്കടം പറഞ്ഞു, എനിക്ക് കുറച്ച് ഭൂമി വേണം. അപ്പോൾ ഇയാളോട് രാജാവ് പറഞ്ഞത്രേ, ശരി, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു, നീ ഓടിക്കോ ഭൂമിയിലൂടെ. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ ഓടാൻ തുടങ്ങുക. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നീ എത്രത്തോളം ഭൂമിയിൽ നിൻ്റെ കാല് പതിഞ്ഞിട്ടുണ്ടോ അത് മൊത്തം എനിക്ക് തരുമെന്ന് പറഞ്ഞു. ഇയാൾ പിറ്റേന്ന് രാവിലെ വന്നു, ഓടാൻ തുടങ്ങി. കുറേ ഓടിയപ്പോൾ ഇയാൾ വിചാരിച്ചു മതിയില്ല, പോരെ എന്ന് ചിന്തിച്ചു. പക്ഷേ ഇയാൾ മനസ്സ് സമ്മതിച്ചില്ല. ഇന്നൊരൊറ്റ ദിവസമല്ലേ ഉള്ളൂ, പരമാവധി ഓടാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇയാൾ അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഓടി. പക്ഷേ ആ ഓടലിൻ്റെ ക്ഷീണം കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സമയത്ത് അയാൾ അവിടെ വീണ് മരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് മതിയായ ഭൂമി 6 അടി മണ്ണ് മാത്രമായിരുന്നു. ഇത് നമുക്കെല്ലാം പാഠമാണ്. ഭൂമിയെക്കുറിച്ച് പ്രത്യേകിച്ച് അന്യൻ്റെ ഭൂമി മാന്തി എടുക്കുന്നവർ ശ്രദ്ധിക്കുക. അത് നമുക്ക് ശാപമാണ്, നാശമാണ്. ഒരിക്കലും അത് നമുക്ക് ഉപകാരപ്പെടാത്ത സമ്പത്താണ്. നാളെ നമ്മുടെ മക്കളും അത് കാരണം ശപിക്കപ്പെട്ടവരായി മാറും. അള്ളാഹു ഭൂമിയിൽ മാന്യമായി ജീവിച്ച് അന്തസ്സോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.